الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد إخواني في الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وأما السائل فلا تنهر വിശ്വാസികൾ സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വെക്കേഷൻ അവസാനിക്കാറായി. സ്കൂളുകളും മദ്രസകളും പള്ളിക്കൂടങ്ങളും ഒക്കെ ഈ കുവൈറ്റിൽ തുറക്കാൻ സമയമായി. പ്രത്യേകിച്ചും ഇസ്ലാമി സെന്ററിലെ മദ്രസകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സഹോദരന്മാർ, ഈ അവസരത്തിൽ നാം ഒന്നുകിൽ പിതാവായി അല്ലെങ്കിൽ ആ പാഠശാലയിലെ അധ്യാപകനായി, രക്ഷിതാവായി, അതുമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തകരോ ഒക്കെ ആയിരിക്കാം നമ്മിൽ പലരും. ഇവിടെ ഏതാനും ചില ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ടുതരുന്നത്. നമ്മുടെയൊക്കെ കുട്ടികൾ, KG പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിലേക്കും പള്ളിക്കൂടങ്ങളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ പല സന്ദർഭങ്ങളിലും ഉസ്താദിനോട് രക്ഷിതാക്കൾ പറയും, അവനൊന്ന് അദബ് പഠിപ്പിക്കണ്ട ഉസ്താദെ, അവന് അദബില്ല. ഉസ്താദ് അല്ലെങ്കിൽ KGയിലേക്ക് കടന്നു വരുന്ന ആ കുട്ടിയോട് ഗുരുനാഥൻ ഉസ്താദ് പറയും, അത് മിണ്ടാതിരിക്കട, അടങ്ങിയിരിക്കട എന്ന് പറഞ്ഞിട്ട് കയത്തിന് വിരട്ടി ഓടിക്കുന്നത് കാണാൻ സാധിക്കും. അവന്റെ എല്ലാം അസ്തമിച്ചു. അതോടുകൂടി പിന്നെ അവന് മിണ്ടാക്കാൻ പേടിച്ച് വിഹലനാകും ആ ചെറിയ കുഞ്ഞ്. സഹോദരന്മാരെ, ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിക മനഃശാസ്ത്രം. ഞാൻ ഓതി വെച്ച ആയത്ത് ചോദിച്ച് തേടി വരുന്ന ഒരാളോട്, അന്വേഷിച്ചു വരുന്ന ഒരാളോട് അയാളെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത്, വിരട്ടി പറഞ്ഞയക്കരുത് അയാൾ. ഇവിടെ സാധാരണ നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ചോദിച്ചു വരുന്നവൻ എന്ന് പറഞ്ഞാൽ ഭിക്ഷാടനം നടത്തുന്ന യാചകനാണ് എന്നതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. അത് മാത്രമല്ല, അതും അതിന്റെ അകത്തളത്തിൽ ഉൾപ്പെട്ട ഒരു ആശയമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു പദം വളരെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ഇവിടെ ഇതിനെ മുഫസ്സിറുകൾ വിവരിക്കുന്നത്, ചോദിച്ചു വരുന്നവൻ എന്ന് പറയുന്നത് ഒരു കുട്ടി ഈ ദുനിയാവിലേക്ക് അവന്റെ ജന്മം മുതൽ അവന്റെ മരണം വരെ അവൻ ചോദ്യകർത്താവ്, അന്വേഷകനാണ്. എങ്ങനെ അന്വേഷിച്ചത്? 2 or 3 ഒക്കെ സംസാരിക്കാൻ പ്രായമായ ഒരു കുട്ടി നോക്കിങ്ങൾ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരേ ചോദ്യം, അതെന്താ അമ്മ അങ്ങനെ, അത് എന്തിനാണ് അങ്ങനെ, എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോഴാണ് ജനിക്കുന്നത്, എന്തിനാ മരണം, ഇങ്ങനെ തുരുതുരാ ചോദ്യങ്ങളുടെ ചങ്ങലകളായിരിക്കും ആ കുട്ടി ഉമ്മയോട് ചോദിക്കുന്നത്. ആ ഉമ്മ അപ്പം ആ കുട്ടിയെ മിണ്ടാതിരിയടാ എന്ന് പറയല്ല, മറിച്ച് ആ ചോദ്യത്തിന് ആവർത്തിച്ച് മറുപടി പറയാം. എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുവോ അത്ര പ്രാവശ്യം ആ കുഞ്ഞിനോട് ദയോടുകൂടിയാണ് ആ ഉമ്മ മറുപടി പറയുന്നത്. ഒരിക്കലും ആ ഉമ്മ കയറുന്നില്ല. എന്നാൽ ചില ഉമ്മമാർ ഉണ്ടാകില്ല, ഇതിപ്പോ ഇതിന് സമയമില്ല, ഇന്ന് പോയി ഉറങ്ങ എന്ന് പറയുന്ന ചില ഉമ്മമാരെ കാണാൻ നമുക്ക്, അല്ലേ? ഇവിടെയാണ് അപകടം. ഒരു കുട്ടിയുടെ
കണ്ടെത്താനുള്ള പര്യവേക്ഷണം, അവന്റെ ബുദ്ധിപരമായ വികാസം, അതിലൊക്കെ തടയിടുകയാണ് യഥാർത്ഥത്തിൽ ഈ ഉമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കുട്ടി ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ ബുദ്ധിവികാസത്തിന്റെ ഭാവിയിൽ പലതും കണ്ടെത്താനും പര്യവേക്ഷണം നടത്താനും ഒക്കെയുള്ള ആ ബുദ്ധിയാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് മനഃശാസ്ത്രം പറയുന്നത്. ആലോചിച്ചു, നമ്മളിൽ പലപ്പോഴും ഇത്തരം സ്വഭാവം ഉണ്ടാവില്ലേ? KG അധ്യാപകൻ പറഞ്ഞാൽ ഏറ്റവും ചീപ്പായ അധ്യാപകനെ കൊണ്ടുപോയി അവിടെ അവന് എങ്ങനെ കുട്ടികളോട് പെരുമാറുന്ന അറിയില്ല. അതോടുകൂടി ആ മദ്രസയോടുള്ള ആ സ്കൂളിനോടുള്ള വളരെ ഉത്സാഹത്തോടു കൂടിയായിരിക്കും അവൻ ബാഗും പേനയും ആ ഷൂട്ടും പിന്നെ പേനും ഒക്കെ ഇട്ടിട്ട് ആ സ്കൂളിലേക്ക് വരുന്നത്. ആദ്യം തന്നെ കാണുന്നത് ഇത്തരത്തിലുള്ള അധ്യാപകരാണെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, യഥാർത്ഥ വിദ്യാഭ്യാസം, ആ ബാലയത്തിൽ നിന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വിദ്യാഭ്യാസം അതോടുകൂടി തകരുകയാണ്. ഈ അധ്യാപകനാണെങ്കിൽ കാരണം നമ്മൾ പലരും ഈ രൂപത്തിൽ പഠനത്തോട് വെറുപ്പ് കാണിച്ചവരുണ്ടാവും. സഹോദരന്മാരെ, അപ്പം ഒരു കുട്ടി മുതൽ ആ കുട്ടിയുടെ പിന്നെ ആ ഇത് മുതൽ ആ കുട്ടിയുടെ രംഗം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ സ്കൂളിലും SSLC-യും അതേപോലെ സെക്കൻഡറിയും ഹൈസ്കൂളും യൂണിവേഴ്സിറ്റിയും ഒക്കെ പഠിപ്പിക്കുന്ന ആ കുട്ടിയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദിക്കുമ്പോ കൂട്ടുകാർ എന്നെ പരിഹസിക്കുമോ, അതല്ലെങ്കിൽ അധ്യാപകൻ എന്നെ കയർക്കുമോ, എന്നെ കളിയാക്കുമോ എന്ന് വിചാരിച്ചാൽ ആ കളിയാക്കിയാക്കിനെന്തെങ്കിലും ആ കുട്ടി പിന്നെ ചോദിക്കൂല. അവിടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അപകർഷതാബോധം എന്ന് പറയുന്ന ഒരു ബോധം കടന്നു വരും. ഈ അപകർഷതാബോധം കടന്നു വന്നാൽ അവന്റെ മുന്നോട്ടുള്ള ആ ബുദ്ധിപരമായ ആ പിന്നെ കണ്ടെത്താനുള്ള ആ എല്ലാം ആ വികാസത്തെയാണ്, അവന്റെ ബുദ്ധിയാണ് അവിടെ തകർക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അധ്യാപകനായ ഒരാൾ എന്ത് വങ്കത്വം ചോദിച്ചാൽ പോലും അവനെ വിരട്ടാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗം ചോദിച്ച് അന്വേഷിച്ചു വരുന്ന ഒരാളെ നിങ്ങൾ ഒരിക്കലും വിരട്ടി ഓടിക്കരുത് എന്നാണ്. ആലോചിച്ചു, ഈ ഒരു മനഃശാസ്ത്രം, വിശുദ്ധ ഖുർആനിലെ ഈ ഒരു മനഃശാസ്ത്രം അധ്യാപകരും രക്ഷിതാക്കളും അവരുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് ഉന്നത വികാസമുള്ള ഉന്നതരായ മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അധ്യാപകൻ തന്നെ കുട്ടിയെ ആരോപിക്കുകയാണ്. പലപ്പോഴും ഓൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഏതെങ്കിലും ഒരു കാരണം ആരോപണം അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ അധ്യാപകൻ ആരോപിക്കുന്ന രക്ഷിതാക്കളുണ്ടാവും. ചിലപ്പോ കുട്ടിയെ എന്തെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എന്താ എന്റെ കുട്ടീനെ മാത്രം തോന്നാൻ, അല്ലേ? ഈ രൂപത്തിലുള്ള ആരോപണം ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലകും, അല്ലാഹുവിന്റെ നിന്നുള്ള ഒരു കാര്യം അതൊന്നുകൊണ്ട് മാത്രമാണ് നബിയെ താങ്കളോട് അവരോട് ആ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയോട് ആ സൗമ്യമായി പ്രവാചകൻ പെരുമാറി. എന്നിട്ട് പറയുന്നു, വലൗ കുന്ത ഫവ്വൻ വലീദൽ ഖൽബി ലം ഫവ്വു മിൻ ഹൗലിക്, പ്രവാചകരെ താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നെങ്കിൽ താങ്കൾക്ക് ചുറ്റുമുള്ള ജനങ്ങളൊക്കെ ഒഴുകിപ്പോകുമായിരുന്നു എന്ന വെള്ളം ഇടുന്ന പോലെ ഒരൊറ്റ എല്ലാവരും പോകുന്ന എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കാൻ നബിയെ ആ ജനതയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഏൽക്കേണ്ടി വരും. അവർക്ക് നീ വിട്ടുവീഴ്ച നൽകുക. അവർക്ക് വേണ്ടി, ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുക. കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചന നടത്തുക. നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ തവക്കുലാക്കുക, വരമേൽപ്പിക്കുക. തീർച്ചയായും അല്ലാഹു വരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, ആലോചിച്ചു, ഇവിടെ വലിയ മനഃശാസ്ത്രമാണ് വിശുദ്ധ ഖുർആൻ കൂടി നമ്മെ പഠിക്കുന്നത്. പ്രവാചകന്റെ ജീവിതങ്ങൾ പരിശോധിച്ചു എന്തൊക്കെ
ജനതയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നു. അവിടെ എന്നും പ്രവാചകൻ അവരെ വിരട്ടി ഒടിക്കല്ല ചെയ്തത്. ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഒരു ആറാബി വന്ന് പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. പള്ളിയിൽ മൂത്രമൊഴിച്ചപ്പോ എല്ലാവരും ഇങ്ങോട്ട് വളഞ്ഞുകൂടി. സ്വാഭാവികമായി വളഞ്ഞുകൂടും, പള്ളി മൂത്രമൊഴിക്കാണ്ടായിരുന്നു. അപ്പോ അവരൊക്കെ ശാസിക്കാൻ തുടങ്ങി. ആര്? ഈ പള്ളിയിൽ മൂത്രമൊഴിച്ച സഹാബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത് അരുത്, അദ്ദേഹം മൂത്രം ഒഴിച്ചു കൊള്ളട്ടെ, മൂത്രം ഒഴിച്ച് പൂർത്തിയാവട്ടെ. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരികയും ആ മൂത്രമൊഴിച്ച ഭാഗത്ത് ഒഴിക്കാൻ പറയുകയും ചെയ്തു. എന്നിട്ട് അയാളെ പിടിച്ചിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതി രണ്ടടി ഒടുക്കല്ല ചെയ്യുന്നത്. രണ്ടടി അടിക്കല്ല ചെയ്തത്, കയറുകയോ ശാസിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് ഈ പള്ളി എന്ന് പറയുന്നത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനും നമസ്കരിക്കാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. പള്ളി അശുദ്ധമാക്കാനുള്ളതല്ല, അത് മറ്റു സ്ഥലങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകന്റെ പെരുമാറ്റം കാരണമായി, അധ്യാപകനായ പ്രവാചകന്റെ പെരുമാറ്റം നോക്കുക, ആ അറാബിൽ വലിയ മാറ്റം സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോഴാണ് പറയുന്നത് എനിക്കും നീ റഹ്മത്ത് ചെയ്യണേ, മറ്റുള്ളവർക്കും നീ റഹ്മത്ത് ചെയ്യണ്ടേ എന്ന് ആ അറാബി പ്രാർത്ഥിക്കും. അപ്പൊ ആ മനസ്സ് നോക്കൂ നിങ്ങൾ, അറാബിയുടെ മനസ്സ് അല്ലേ? ആ അറാബിയുടെ മനസ്സ് ഈ രൂപത്തിൽ പെരുമാറുന്ന, സൗമ്യമായി പെരുമാറുന്ന ഒരു അധ്യാപകനോട് ഏത് കാലത്തും ആ അധ്യാപകനെ വിദ്യാർത്ഥികൾ ആദരിക്കും, ബഹുമാനിക്കും എന്നുള്ളതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന മറ്റൊരു സംഭവത്തിൽ ഇങ്ങനെ കാണാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ ഇന്ന ഫതൻ ശാബൻ അൻ നബിയ ഫഖാല യാ റസൂലല്ലാഹ്, ഒരു യുവാവായ മനുഷ്യൻ, ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഫഖാല യാ ഇദ്ദലി ബിസിന, എനിക്ക് വ്യഭിചാരം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അനുമതി നൽകണം റസൂലേ. ഫഅഖബലൽ ഖൗമു അലൈഹി, അപ്പോ അവിടെയുള്ള ആ ജനങ്ങളൊക്കെ സഹാബത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുന്നിട്ടു തിരിഞ്ഞു. ഫസജറു, സഹാബത്തിൽ അവരെ അദ്ദേഹത്തെ ശാസിച്ചു. വഖാലു, അവർ നിർത്തല എന്ന് പറയില്ലായിരുന്നു. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓൻ എന്റെ അടുത്ത് കിടക്കട്ടെ. ഫദനാമിനു ഖലീബ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അടുപ്പിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അയാളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇരുന്നു. എന്നിട്ട് നബി ചോദിക്കുന്ന ചോദ്യം കൗൺസിലിന് നോക്കും, പ്രവാചകന്റെ ഈ പറഞ്ഞ പണി നിന്റെ മാതാവിനോട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനെ. ആ മനുഷ്യൻ, ആ യുവാവ് പറയാണ്, എന്റെ ഉമ്മക്ക് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ജനങ്ങളും ഈ കാര്യം ഇഷ്ടപ്പെടില്ല. അവരവരുടെ ഉമ്മയെ ഈ കാര്യം ചെയ്യണത്, വ്യഭിചാരം ചെയ്യണത് ജനങ്ങളും ഇഷ്ടപ്പെടില്ല. വീണ്ടും നബി ചോദിക്കുകയാണ്, നിന്റെ സ്വന്തം സഹോദരിയെ ഈ വ്യഭിചാരം ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു? ഒരിക്കലും ഇഷ്ടപ്പെടില്ല നബിയെ. അപ്പൊ നബി പറയാണ്, എന്നാൽ ജനങ്ങളും ഈ കാര്യം ചെയ്യുന്നത്, അവരുടെ സഹോദരിമാരോട് ഈ കാര്യം ചെയ്യുന്നത് അവരും ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ അമ്മായി വിതർ സഹോദരിമാരോട് ഇത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? എന്ന് അദ്ദേഹം ഇല്ല പഠിച്ചവൻ, ഇല്ല നബി. പിന്നെ അമ്മാതിയും ജനങ്ങളും അവരുടെ ആ വിതർ സഹോദരിമാരോട് ഇത് ചെയ്യുന്നത് ഒരിക്കലും ഇഷ്ടപ്പെട്ടു. അവസാനം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, ഉമ്മയുടെ സഹോദരി എന്റെ അനാമൂത്തമ്മമാരോട് ഈ പണി ചെയ്താൽ ഇഷ്ടമുണ്ടാവും? ഇല്ല നബിയെ. അപ്പോ ഞാൻ മറ്റുള്ളവരും അത് ഇഷ്ടപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ശരീരത്തിലെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ പാപം, ഇയാളുടെ പാപം നീ പുറത്തു കൊടുക്കണേ, അയാളുടെ ഹൃദയത്തിൽ നീ ശുദ്ധീകരിക്കണമേ, അയാളുടെ പവിത്രത നീ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആ മനുഷ്യന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കട്ടെ. എന്താ അതിന്റെ ഫലം ഉണ്ടായത്? ഫലം
യൽതഫിതു ഇലാ ഷൈഇൻ, പിന്നെ ഇതേപോലുള്ള ഒരു കാര്യത്തിലേക്ക് അയാൾ ശ്രദ്ധ തന്നെ പോയിട്ടില്ല. ആ രൂപത്തിലാണ് അയാൾ നബിയുടെ സദസ്സിൽ നിന്ന് തിരിഞ്ഞു. നോക്കൂ സഹോദരന്മാരെ, ഈ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി വരുന്ന അതിന് അനുമതിപത്രം ചോദിച്ചു വരുന്ന ആ യുവാവിനോട്, ചോരത്തളത്തിലുള്ള യുവാവിനോട് പ്രവാചകൻ എങ്ങനെയാണ് കൗൺസിലിംഗ് നടത്തിയത്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ പല സാഹചര്യങ്ങളിൽ വരുന്നവരാണ്, പല മാതാപിതാക്കളിൽ വരുന്നവരാണ്. ആ മാതാപിതാക്കളുടെ സ്വഭാവമൊക്കെ കുട്ടിയിലുണ്ടാവും. അപ്പൊ പലജാതി കീർത്തിയുണ്ടാവും. ഒരു പക്ഷെ പേരെടുത്ത് ആദ്യത്തെ ദിവസം തന്നെ ഉസ്താദിന്റെ ആ ഡ്രസ്സിൽ, ആ ദിസ്താച്ചിൽ അവൻ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടാവും. ആലോചിച്ചു, ഇവിടെ നിങ്ങൾ കയറക്കാൻ പാടില്ല. മറിച്ച് അവനെ സൗമ്യത്തോടുകൂടി, വിനയത്തോടുകൂടി, പുഞ്ചിരിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു അധ്യാപകൻ നന്നായി ചെയ്യുന്നത്. ഇതാണ് അധ്യാപകൻ, ഇതാണ് അധ്യാപനം എന്ന് പറയുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ ഹദീസിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും എങ്ങനെയാണ് അധ്യാപനം നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കി അധ്യാപനം നടത്തുന്ന അധ്യാപകരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഇന്ന് നമ്മളിൽ കാണുന്ന മറ്റൊരു രംഗമാണ്, വിദ്യാഭ്യാസ രംഗമാവട്ടെ അല്ലാത്ത ഏത് രംഗമാവട്ടെ, ആരോപണങ്ങളെ കൊണ്ട് ഒരാളെ പിടിച്ചിരുത്തുക. ഇത് മഹാകുറ്റമാണ്, അല്ലേ? അത് വിദ്യാഭ്യാസ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും മതരംഗത്തായാലും വളരെ വലിയ കുറ്റത്തിന് ഇഹത്തിലും പരത്തിലും റബ്ബിന്റെ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ബില്ലദീന ആമനു ലഹും അദാബുൻ അലീം ഫിദ് ദുനിയാ വൽ ആഖിറ. ദുർവൃത്തി, വ്യഭിചാരാരോപണം പോലുള്ള ദുർവൃത്തികൾ അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി തുനിഞ്ഞു നടക്കുന്ന ആളുകളെ ഇന്ന് പല രംഗത്തും, രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത രംഗത്തും ഒക്കെ നമുക്ക് കാണാം. അവർക്ക് ദുനിയാവിലും പരലോകത്തിലും വേദനാജനകമായ നോവേറിയ ശിക്ഷയാണുള്ളത്. നിങ്ങൾ ആരോപിക്കുന്ന ആരോപണത്തെ പറ്റി അല്ലാഹു വ്യക്തമായി അറിയുന്നുണ്ട് എന്ന ബോധം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഏതാണോ സത്യം, ആ സത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് ജീവിക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിയാതെ ഞങ്ങളിൽ നിന്നിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും കൊണ്ട് പഠിച്ചു, അതൊക്കെ പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൊണ്ടുവരണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം. സഹോദരന്മാരെ, നമ്മുടെ സഹോദരൻ മഹ്സിൻ കാലിക്കറ്റ്, അദ്ദേഹത്തിന്റെ അമ്മാവൻ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. കാലിക്കറ്റിൽ തന്നെയാണ്. നമ്മുടെ ഖുർആൻ ക്ലാസ്സുമായൊക്കെ, കോഴിക്കോടുള്ള ഖുർആൻ ലേണിംഗ് ക്ലാസ്സുമായൊക്കെ ഇന്നും ബന്ധപ്പെട്ടിരുന്ന ഒരു പഠിതാവായിരുന്നു അദ്ദേഹം. ഇന്നലെ മരണപ്പെട്ടത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب